കാണണം. അതുപോലെ തന്നെ കലുങ്കുകൾ, റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, വീടുകൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും അത് അതേ അർത്ഥത്തിൽ തന്നെ കാണും. കലക്ടർ ഇപ്പോൾ ബന്ധപ്പെട്ട് ഓരോ വകുപ്പുമായി ഡിസ്കസ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ബേസ് ചെയ്തുകൊണ്ട് MLA, MP, മറ്റ് ജനപ്രതിനിധികൾ മറ്റെല്ലാവരും ചേർന്ന് ഞങ്ങൾ ഇരിക്കും. അധികം വൈകാതെ തന്നെ ഇരിക്കും. ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരുന്നു കൊണ്ട് അതിലൂടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട മിനിസ്റ്ററുമായിട്ട് ഇവിടുത്തെ പ്രയാസം നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മറ്റു മേഖലകളിലും എല്ലാവരും നേരിടുന്ന പ്രയാസങ്ങൾ MLA, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പം മെലങ്ങാടൻ ആവശ്യം ഇതെല്ലാം കൂടെ ചേർന്ന് പരിഹരിക്കാവുന്ന ഒരു സമഗ്രമായ പാക്കേജാണ് എന്ന് മിനിസ്റ്റർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മുഖ്യമന്ത്രിയുമായും മറ്റ് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ കളക്ടറുടെ റിപ്പോർട്ടും കൂടെ ലഭ്യമാക്കിയതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് കടക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രയാസങ്ങൾ ഓരോന്നും ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ വരെയുള്ള എല്ലാ പ്രയാസങ്ങളെ സംബന്ധിച്ചും നേരിട്ട് കണ്ടും ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും ഇരുന്നും സംസാരിച്ചിട്ടുണ്ട്. ഇതിന് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. വെലങ്ങാടിന് ഒരു സ്പെഷ്യൽ പാക്കേജ് വലിയൊരു അനിവാര്യതയാണ്. അത് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് മീറ്റിങ്ങിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കളക്ടറോട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും അവരവരുടെ കാര്യങ്ങളിലുണ്ടായ നഷ്ടങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഇവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എവിടെയായിരിക്കണം. അതിന് 2 തരത്തിലുള്ള റിപ്പോർട്ടാണ് മന്ത്രി കളക്ടറോട് ആവശ്യപ്പെട്ടത്. ഒന്ന്, ടെമ്പററി ആയി ഇവരെവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. പെർമനൻറ്റ് സൊല്യൂഷനിൽ ഈ അപകട ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള ഇടപെടലുകൾ. അപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പം പല തരത്തിലുള്ള പിന്തുണയും ഇതിന് വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ, ഗ്രാമപഞ്ചായത്തിൻ്റെ പലരും MLA ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു 10-20 വീടിൻ്റെ കാര്യത്തിൽ പലരും നമ്മളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പൂൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് സമാന്തരമായി പോവാതെ എല്ലാം കൂടെ ഒരുമിച്ച് നാടിന് ഗുണപരമായ രീതിയിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സമഗ്രമായിട്ടൊരു യോഗത്തിലൂടെ ആലോചിക്കാമെന്ന് പറയുന്നത്. UDFൻ്റെ ഭാഗത്തു നിന്ന് സർക്കാർ ഈ കാര്യങ്ങൾ എടുക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും UDFൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാരുൾപ്പെടെ നാളെ കൂടുതൽ ആളുകൾ ഇവിടെ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ എടുക്കുന്ന ഇത്തരം മുൻകൈകൾക്ക് എല്ലാവിധ പിന്തുണയും വെലങ്ങാടിനെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി ഇവിടുത്തെ പ്രശ്നപരിഹാരത്തിനുണ്ടാവും. അവരും കൂടെ വന്ന ശേഷം എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും.